നുൻഷിദു വനതദവ്വഖു, നമുക്ക് പാട്ട് പാടി ആസ്വദിക്കാം. ഉഹിബ്ബു മെഹനത്തി, ഞാൻ എൻ്റെ ജോലിയെ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. മെഹനത്തി, എൻ്റെ ജോലിയെ. മെഹനത്ത് എന്ന് പറഞ്ഞാൽ ജോലി. പലതരം ജോലികളുണ്ടല്ലേ. ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നവരാണ്. ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് സമ്പാദ്യം, പണം ലഭിക്കുകയുള്ളൂ. പണം ലഭിച്ചാലേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ജീവിക്കാൻ വേണ്ടി എല്ലാവരും ജോലികൾ ചെയ്യും. എല്ലാ ജോലിയും നല്ല ജോലികളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ടാവും അല്ലേ. ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുന്ന ജോലിക്കാരുണ്ട്, പിന്നെ കൃഷിപ്പണികൾ ചെയ്യുന്ന ജോലിക്കാരുണ്ട്, മത്സ്യബന്ധനം നടത്തുന്നവരുണ്ട്, അധ്യാപകരുണ്ട്, പിന്നെ മരപ്പണി ചെയ്യുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്. അങ്ങനെ ഒരുപാട് ജോലിക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാ ജോലിയും ഭംഗിയുള്ള ജോലിയാണ്. ഇനി ഈ പാട്ടിൽ എന്താണുള്ളത്? മാ അജ്മലൽ മിഹന, എന്തൊരു ഭംഗിയുള്ള ജോലികളാണ് ഇവിടെയുള്ളത്. എല്ലാ ജോലിയും നല്ല ജോലികളാണല്ലേ. ജോലികളിൽ ഏർപ്പെട്ടാൽ നമുക്കത് നല്ല രസമായിരിക്കും ജോലികൾ ചെയ്യാൻ. നബ്നി ബിഹൽ വത്തന, ഈ ജോലികൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ നാടിനെ നിർമ്മിക്കുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്തെ നിർമ്മിച്ച് വളർത്തുന്നത് ഓരോരുത്തരും ജോലികൾ ചെയ്തത് കൊണ്ടാണ്. ഹയ്യാ ബിനാ ഇദൻ നസ്ആ ബിലാ മലലിൻ, അതുകൊണ്ട് വരൂ നമുക്ക് മടുപ്പില്ലാതെ പരിശ്രമിക്കാം. നസ്ആ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാം. ബിലാ മലൽ, മലലില്ലാതെ. എന്താ മലൽ? മടുപ്പ്. മടുപ്പില്ലാതെ നമുക്ക് ജോലി ചെയ്ത് നമ്മുടെ രാജ്യത്തെ ഉന്നതിയിലെത്തിക്കാം. ഉഹിബ്ബു മെഹനത്തി, ഞാൻ എൻ്റെ ജോലിയെ ഇഷ്ടപ്പെടുന്നു. ബികുല്ലി ഖുവ്വത്തി, എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജോലിയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അസീദു ഹിമ്മത്തി, ഞാൻ എൻ്റെ മനക്കരുത്ത് വർദ്ധിപ്പിക്കുന്നു, എൻ്റെ ദൃഢനിശ്ചയം വർദ്ധിപ്പിക്കുന്നു. വഅത്റുകുൽ കസല, ഞാൻ അലസത ഉപേക്ഷിക്കുന്നു. അത്റുകു, ഞാൻ ഉപേക്ഷിക്കുന്നു. അൽ കസല, കസല എന്ന് പറഞ്ഞാൽ അലസത, മടി. മടിയന്മാരുണ്ടാവില്ലേ. മടിയന്മാരായാൽ ഒന്നും ചെയ്യുകയില്ല, വെറുതെ ഇരിക്കും അല്ലേ. അങ്ങനെ ഇരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് മടിയന്മാരാകാൻ പാടില്ല. നന്നായി ജോലി ചെയ്യണം, പഠിക്കണം, ജോലി ചെയ്യണം. എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരിക്കണം. ഒന്നിനും കസല് പാടില്ല, മടി പാടില്ല, അലസത പാടില്ല. അഖൂമു ഫിസ് സ്വബാഹ്, ഞാൻ രാവിലെ എഴുന്നേൽക്കും. രാവിലെ എഴുന്നേൽക്കാറില്ലേ? അതെ. അംശീലൽ ഫലാഹ്, എന്നിട്ട് ഞാൻ വിജയത്തിലേക്ക് നടക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ എൻ്റെ ജോലികൾ തുടങ്ങുകയായി. ഞാൻ വിജയത്തിലെത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങുകയായി. ഉഹഖിഖുൻ നജാഹ ബിൽ ജിദ്ദി വൽ അമൽ, കഠിനാധ്വാനം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഞാൻ വിജയം സാക്ഷാത്കരിക്കും. ഉഹഖിഖുൻ നജാഹ, ഞാൻ വിജയം യാഥാർത്ഥ്യമാക്കും, ഞാൻ വിജയത്തിലെത്തിച്ചേരും. ബിൽ ജിദ്ദി, കഠിനാധ്വാനം കൊണ്ട്, വൽ അമലി, പ്രവർത്തനങ്ങൾ കൊണ്ട്, ജോലികൾ കൊണ്ട്, കഠിനമായി ജോലി ചെയ്ത് ഞാൻ വിജയിക്കും, ഞാൻ വിജയത്തിലെത്തിച്ചേരും. മുവാലിബുൻ അന, ഞാൻ നല്ല ഉത്സാഹത്തോടെ ചെയ്യും. എല്ലാ കാര്യങ്ങളിലും അത്യുത്സാഹം ഉണ്ടായിരിക്കും എനിക്ക്. ഒന്നിലും അലസതയും മടിയും ഉണ്ടാവുകയില്ല. വ ഉത്ഖിനുൽ അമല, എന്നിട്ട് ഞാൻ ചെയ്യുന്ന ജോലികളെല്ലാം നന്നായി ചെയ്യും. വെറുതെ പേരിനാണോ ജോലി ചെയ്യുന്നത്? അല്ല, ജോലി ചെയ്യുന്നത് അത് വളരെ നന്നായി ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്താൽ ഞാൻ വിജയത്തിലെത്തും. മാ അജ്മലൽ മിഹന നബ്നി ബിഹൽ വത്തന, എന്ത് മനോഹരമായ ജോലികളാണ്. ആ ജോലികൾ കൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തെ നിർമ്മിക്കുന്നു, രാജ്യത്തെ ഉന്നതിയിലെത്തിക്കുന്നു. ഇതാണ് പാട്ട്. നഖ്താറു മിനൽ മൻലൂമി, ഇനി ഈ കവിതയിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം അൽ അൽഫാൽ അൽ മഖ്തൂമത ബിൻ നൂൻ, നൂന് കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ. അത് എന്നിട്ട് ഇവിടെ എഴുതാം. ഏതൊക്കെ വാക്കുകളാണ് അവിടെ എഴുതേണ്ടത്? നൂന് കൊണ്ട് അവസാനിക്കുന്ന വാക്കിത മാ അജ്മൽ അൽ മിഹൻ, അല്ലേ. മിഹൻ എന്നുള്ളത് അൽ മിഹൻ എന്നവിടെ എഴുതുക. ഇതാണ് എഴുതേണ്ടത്, അൽ മിഹൻ. ഇനി നബ്നി ബിഹൽ വത്തന, പിന്നെ എഴുതേണ്ടതാണ് അൽ വത്തൻ. പിന്നെയോ ഹയ്യാ ബിന ഇദൻ, അല്ലേ. ഇങ്ങനെ നൂന് കൊണ്ട് അവസാനിക്കുന്ന 3 വാക്കുകൾ ഇവിടെ ഉണ്ട്. ആ 3 വാക്കുകളും നോക്കിയിട്ട് ഇവിടെ 3 വരിയിൽ എഴുതുക. ഇനി നഖ്താറു മിനൽ മൻലൂമി അൽ അൽഫാൽ അൽ മഖ്തൂമത ബിൽ യാഇ,
യാ കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ അവിടെ എഴുതണം. ഏതൊക്കെയാണ്? ഒഹിബു മിഹനത്തി എന്നുണ്ട് അല്ലേ? അപ്പോൾ മിഹനത്തി എന്ന് നോക്കിയിട്ട് അവിടെ എഴുതുക. പിന്നെയോ പിന്നെ അതാ ഇവിടെ ഉണ്ട് അല്ലേ, ബിക്കുല്യ കുവ്വത്തി എന്നുണ്ട് അല്ലേ, കുവ്വത്തി എന്നും എഴുതുക. പിന്നെ ഏതാണ്? അടുത്ത വരിയിൽ ഇതാ ഹിമ്മത്തി അല്ലേ. അപ്പം ഈ 3 വാക്കുകളാണ് എഴുതേണ്ടത്: മിഹനത്തി, ഹിമ്മത്തി, കുവ്വത്തി. ഓക്കെ. ഇനിയോ ഇനി നഖ്താറുൽ മൻലൂമ അൽ അൽഫാല അൽ മഖ്തൂമത്ത് ബിൽ ലാമി, ലാമ് കൊണ്ട് അവസാനിക്കുന്ന വാക്കുകളാണ് എഴുതേണ്ടത്. ലാമ് കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ ഇവിടെ ഉണ്ട് അല്ലേ. അൽ അമലുണ്ട്, പിന്നെ ആദ്യം ഇവിടെ അൽ മലലുണ്ട് അല്ലേ, മലൽ. ഈ മലൽ എന്ന വാക്ക് അവിടെ എഴുതുക, മലൽ. പിന്നെ താഴോട്ട് വന്നാൽ ഇതാ കസൽ, പിന്നെ ഇതാ അമൽ. ഈ 3 വാക്കുകൾ, അമൽ 2 പ്രാവശ്യം വന്നു. അപ്പോൾ ആ 3 വാക്കുകൾ ഇവിടെ എഴുതുക, ലാമ് കൊണ്ട് അവസാനിക്കുന്ന ഈ വാക്കുകൾ എഴുതേണ്ട കോളത്തിൽ. ഇനി നുക്മിലുൽ മൻലൂമ, കവിത നമുക്ക് പൂരിപ്പിക്കാം. മാ അജ്മലൽ മിഹൻ നബ്നി ബിഹൽ വതൻ ഹയ്യാ ബിനാ ഇദൻ നസ്അ ബിലാ മലൽ. ഇനി ഇവിടെ വിട്ടുപോയിട്ടുണ്ട് അല്ലേ, അത് ഇതിൽ നിന്നും മേലുള്ള ഈ നീല നിറത്തിലുള്ള വാക്കുകളില്ലേ, അതിൽ നിന്നും പൂരിപ്പിക്കണം. അതിലെന്തൊക്കെയുള്ളത്? ഹയ്യ ഇല, വരൂ. ഹയ്യ എന്ന് പറഞ്ഞാൽ വരൂ. അൽ ബഹർ, കടല്. കസൽ, മടി. മാ അജ്മൽ, എന്തൊരു മനോഹരമാണ്. അപ്പോൾ ഡേഷ് അൻ നെഹർ എന്നാണുള്ളത്. അവിടെ നമുക്ക് മാ അജ്മൽ വെക്കാം അല്ലേ. മാ അജ്മലൻ നെഹറ, എന്തൊരു മനോഹരമായ പുഴയാണ്. പിന്നെയോ ഹയ്യ എന്ന് വെക്കാം. ഹയ്യായിൽ ഇല ഇവിടെയുണ്ട്. ഹയ്യ ഇലൽ ബഹരി, വരൂ കടലിലേക്ക് പോകാം. പുഴയൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? കടലിലേക്കാണല്ലേ. പിന്നെ അടുത്ത വരിയിൽ ഹയ്യ ബിനൽ ലിയാഫ്, അല്ലെങ്കിൽ ഹയ്യ ബിനൽ ലിയാഫ് എന്ന് വെക്കാം. ഹയ്യ ബിന ഇതൻ എന്നുള്ളത് ഹയ്യ ബിനൽ ലിയാഫ്, വരൂ നമുക്ക് സൽക്കരിക്കാം, ആതിഥ്യമരുളാം. ലിയാഫ് എന്ന് പറഞ്ഞാൽ ആതിഥ്യമരുളുക, സ്വീകരിക്കുക അല്ലേ. നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരെ സ്വീകരിക്കില്ലേ, അതിനാണ് ലിയാഫ് എന്ന് പറയുക. കടലിനെ അല്ലെങ്കിൽ പുഴയെ നമുക്ക് സ്വീകരിക്കാം. നെൽഹു ബില കസൽ, ബില എന്ന് കഴിഞ്ഞിട്ട് കസൽ എന്ന വാക്ക് വെക്കാം. കസലില്ലാതെ, മടിയില്ലാതെ നമുക്ക് ആനന്ദിക്കാം, ഉല്ലസിക്കാം. ആ വാക്കുകൾ അവിടെ വെക്കുക. ഉഹിബ്ബു മിഹനതി ബികുല്യ ഖുവ്വതി, എൻ്റെ ജോലിയെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അസീദു ഹിമ്മത്തി വ അത്റുക്കുൽ കസല, ഞാൻ എൻ്റെ ദൃഢനിശ്ചയം, എൻ്റെ മനക്കരുത്ത് ഞാൻ വർദ്ധിപ്പിക്കും, ഞാൻ മടി ഒഴിവാക്കും അല്ലേ. ഇവിടെ എന്ത് വെക്കണം? ഉഹിബ്ബു മൻസിലി ബികുല്ലി ഫർഹത്തി. ഉഹിബ്ബു മൻസിലി, ഞാൻ എൻ്റെ വീടിനെ ഇഷ്ടപ്പെടുന്നു. ബികുല്ലി ഫർഹത്തി, അങ്ങേയറ്റം സന്തോഷത്തോടെ. പിന്നെ അസീദു ഹിമ്മത്തി, അവിടെ ഉള്ളതുപോലെ ഞാൻ എൻ്റെ മനക്കരുത്ത് വർദ്ധിപ്പിക്കും. വ അബ്ലുഗുൽ അമല, എന്നിട്ട് എൻ്റെ പ്രതീക്ഷകൾ ഞാൻ നേടും, എൻ്റെ പ്രതീക്ഷകൾ ഞാൻ കരസ്ഥമാക്കും. ഓക്കെ, ഇത്രയുമാണ്. ഇവിടെ ഒരു എഴുത്ത് പരിശീലിക്കാനുണ്ട്. അശുർത്തിയു യഅമലു ഫീ മഖ്ഫരി ശുർത്ത, പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു എന്നിവിടെ എഴുതി പരിശീലിക്കുക. ആദ്യം ഇവിടെ എഴുതുക, പിന്നെ മേലെ അങ്ങനെ എഴുതി പോകുക. വാക്കുകളുടെ അർത്ഥമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് 6ാമത്തെ യൂണിറ്റ് പഠിക്കാം.